ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗും അതിൻ്റെ കൂടെ നല്ലൊരു റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ കൊണ്ടാണ്. വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മെയിൻ വാർപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുള്ള നാട്ടിൽ എങ്ങനെയാണ് കുനാഫ ഓവൺ ഇല്ലാണ്ട് ഉണ്ടാക്കാമെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആ ഒരു റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പോകാം. അൽഹംദുലില്ലാ നമ്മുടെ വീടിൻ്റെ മെയിൻ വാർപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് തൊട്ടേ ഓരോ സ്റ്റേജസും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പം പ്ലോട്ട് റെഡിയാക്കുന്ന വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിപ്പോൾ പ്ലോട്ട് റെഡിയാക്കി കഴിഞ്ഞ ഫോട്ടോ ആട്ടോ ഇത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ നാട്ടിലുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കുറ്റിയടിക്കലും പിന്നെ തറയിടുന്ന സമയത്ത് നമ്മൾ നാട്ടിലില്ലായിരുന്നു, നമ്മൾ തിരിച്ച് UAE പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറ്റിയടിക്കുന്ന ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോസാണ്. വീഡിയോസ് എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി. കഴിഞ്ഞ ജാനുവരിയിലായിരുന്നു വീട് പണി സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പം അന്ന് വളരെ പെട്ടെന്നായിരുന്നു എല്ലാതും കൂടി പ്ലാൻ ചെയ്തതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ തറയിടുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് നമ്മൾ തിരിച്ച് UAE പോകേണ്ട ഒരു സമയമായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കയും റോസും കൂടി ഒരു കല്ല് വെച്ചിട്ട് നമ്മളങ്ങനെ തറയിടുന്ന ആ ഒരു ഫംഗ്ഷൻ അങ്ങനെ ചെറുതായിട്ട് കഴിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് UAE പോയ ശേഷമാണ് തറയിടലൊക്കെ കഴിഞ്ഞത് കേട്ടോ. പിന്നെ ഒരു പുതിയ വീട് വയ്ക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. എല്ലാം നമ്മുടെ എൻജിനീയർ ആയിട്ടുള്ള അൻവർക്കാണ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഓരോ സ്റ്റേജസ് നമുക്ക് ഫോട്ടോസായിട്ടും വീഡിയോസായിട്ടും മൂപ്പർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കട്ടില വെക്കുന്ന ഒരു ഫംഗ്ഷൻ അപ്പോഴും ഫംഗ്ഷനായിട്ടൊന്നും ഇല്ലായിരുന്നു, നമ്മൾ നാട്ടിലില്ലല്ലോ. പിന്നെ എൻ്റെ ഉപ്പയും പിന്നെ ഇക്കാൻ്റെ ഉമ്മയും കൂടി കട്ടില വെച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ ഒരു ഫോട്ടോ ഒക്കെ നമുക്ക് അയച്ചു തന്നപ്പം വല്ലാത്തൊരു ഇതായിരുന്നു. നമുക്കിത് വന്ന് കാണാനുള്ളൊരു വല്ലാത്തൊരു ആകാംക്ഷയായിരുന്നു. കാരണം നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ടാക്കുമ്പോൾ അത് കാണാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ. അതുപോലെ തന്നെ വീടിൻ്റെ ഫസ്റ്റത്തെ വാർപ്പിൻ്റെ സമയത്ത് ഇക്കാരുടെ ബ്രദർ ഉണ്ടായിരുന്നു നാട്ടിൽ. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീടിൻ്റെ എക്സ്റ്റീരിയർ ഫോട്ടോ അല്ലെങ്കിൽ 3D വീഡിയോ അതൊക്കെ ഉണ്ടോയെന്ന്. അതെല്ലാം ഉണ്ട്, പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ കയ്യിൽ നിലവിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാത്ത കേട്ടോ. ഞാനത് നോക്കിയിട്ട് ഞാൻ ഒരു ദിവസം വേറെ എന്തെങ്കിലും വീഡിയോസിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിതിപ്പോൾ നാട്ടിൽ വന്ന ശേഷമുള്ള വീഡിയോ കേട്ടോ. ഇത് ഞാനാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ. ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു വീട് കാണുന്നത് കേട്ടോ. നമ്മൾ ആ ഒരു കല്ല് വെക്കുന്ന ഒരു സമയത്ത് പോയതാണ്. പിന്നെ ഈ ഒരു സ്റ്റേജിലെത്തിയപ്പോഴാണ് നമ്മൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാനൊരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ. പിന്നെ ഡെയിലി വീഡിയോസ് കാണുന്നവർക്ക് എന്തായാലും അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും വീട് പണി എവിടം വരെ എത്തി എന്നൊക്കെയുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരേപോലെ ഇങ്ങനെ കണ്ടൻറ്റ് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാഞ്ഞത്. അപ്പം ഇതാ ഈ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട്. ഇതാണിപ്പം മെയിൻ വാർപ്പിൻ്റെ ദിവസമായിട്ടത്. അപ്പോൾ അന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുമ്പാട്ടോ മെയിൻ വാർപ്പ് കഴിഞ്ഞത്. പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് നമ്മുടെ വീട് പണീൻ്റെ കാര്യങ്ങളൊക്കെ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു വ്ളോഗിൽ കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞുതരാം. മെയിനായിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നായിരുന്നു. അപ്പോൾ അന്ന് കമൻസിൽ കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പേഴ്സണലി കുറേ പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഏതോ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു 4500 സ്ക്വയർ ഫീറ്റ് ആണ്. പിന്നെ ബെഡ്റൂംസിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 5 ബെഡ്റൂംസാണ്. പിന്നെ വീടിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വീടിൻ്റെ അകത്തൊന്നും കാണിച്ചിട്ട് കാര്യമില്ല, എന്തായാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെയൊന്നും കാണിക്കാത്തത്. പിന്നെ ഇൻഷാ അല്ലാ അത് വീടൊക്കെ റെഡിയായ ശേഷം നമുക്ക് കാണിക്കാം ഇൻഷാ അല്ലാ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ പിന്നീട് വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ അൽഹംദുലില്ലാ നമ്മുടെ വീടിൻ്റെ ആ ഒരു സ്ട്രക്ചർ വർക്കിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത ഘട്ടത്തിലോട്ട് പോവുകയാണ്. എന്തായാലും ഇനി ഒരുപാട് പണികൾ കിടപ്പുണ്ട്. ഇൻഷാ അല്ലാ അതൊക്കെ വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ തീരാൻ നിങ്ങളും പ്രാർത്ഥിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു പണി നടക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഭയങ്കര ബഹളവും പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളന്ന് രാവിലെ തന്നെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പണിക്കാർക്കുള്ള ഫുഡൊക്കെ നമ്മൾ ഓർഡർ കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. 50ന് മുകളിലുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടി ഫുഡ് എന്തായാലും വീട്ടിലുണ്ടാക്കുന്നത് എന്തായാലും നടക്കില്ല. പിന്നെ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു, ആ സൗണ്ടും അതുപോലെ പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം രാവിലെ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ വാർപ്പിൻ്റെ വിശേഷങ്ങൾ.
പിന്നെ നമ്മുടെ വീടുള്ളത് തറവാട് വീടിൻ്റെ സൈഡിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്കങ്ങനെ വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ അത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കാത്തതെന്ന്. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ്, തറവാട് വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ വീട് പണിയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തറവാട് പൊളിക്കുന്ന ആ ഒരു രീതിയിലാണ്. അപ്പം അതായിരിക്കും തറവാട് ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ മുറ്റം ഇൻഷാ അല്ലാ. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്രണ്ടേജ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളുമായിട്ട് ഇപ്പം വ്ളോഗിൽ ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നല്ലൊരു മധുരം കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. വേറൊന്നല്ല, നമ്മൾ നാട്ടിലെങ്ങനെയാണ് കുനാഫ ഓവണൊന്നും ഇല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് കാണിക്കാൻ പോകുന്നത്. കുറേ തവണ ഞാൻ കുനാഫയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നാട്ടിൽ നിന്ന് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നാട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് 100 ഗ്രാം ബട്ടർ വേണം. അപ്പോൾ ആദ്യം നമുക്ക് ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 100 ഗ്രാമിൻ്റെ ബട്ടർ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിൻ്റെ ആ ടേസ്റ്റൊക്കെ മാറിയാൽ ആകെ മൊത്തം ഫ്ലോപ്പ് ആവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ കുനാഫ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കേണ്ടതെന്നാണെങ്കിൽ നിങ്ങൾക്ക് കേക്കിൻ്റെ ടിന്നിലൊക്കെ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓവൺ ഇല്ലാണ്ട് കേക്കിൻ്റെ ടിന്നിൽ എങ്ങനെയാണ് കുനാഫ ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ. അപ്പോൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നത് വേറെ സ്റ്റൈലിലാണ്. ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഉണ്ടാക്കുന്ന കുനാഫയുടെ റെസിപ്പി സെയിം എല്ലാതും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ മെൽറ്റ് ചെയ്തിട്ട് ബട്ടറോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുനാഫേൻ്റെ ഡോ ആണ്. ഇത് 250 ഗ്രാമിൻ്റെ കുനാഫേൻ്റെ ഡോ ആണ്. അപ്പോൾ ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇത് ഫ്രീസറിലാട്ടോ വെക്കുക. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ 2-3 മണിക്കൂർ മുമ്പ് ഇത് പുറത്ത് വെക്കണം. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെക്കണം. അപ്പോൾ ഇത് നല്ലോണം സോഫ്റ്റ് ആയി പോകും. തുറന്ന് വെക്കരുത് കേട്ടോ. തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആവും. ഈ ഒരു കുനാഫേൻ്റെ ഡോ ഡ്രൈ ആവും. അപ്പോൾ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അടച്ചിട്ട് തന്നെ പുറത്ത് വെക്കാം. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര നീളത്തിലുള്ള ഒരു ഡോ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. കുറേശ്ശെ ഇട്ടിട്ട് വേണം ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിച്ചി ഇട്ട് കൊടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ എല്ലായിടത്തും ഒരേപോലെ ഈവണായിട്ട് കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്നങ്ങോട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഡ്രൈ ആവാണ്ട് നോക്കുക. അതുപോലെ തന്നെ ഫ്രീസറിന് എടുത്തിട്ട് കുറച്ച് നേരം പുറത്ത് വെക്കണം. 2-3 മണിക്കൂർ പുറത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും ഒന്നുകൊണ്ട് പൊടിച്ചെടുക്കുക. വല്ലാണ്ട് കണ്ട് പൊടിഞ്ഞ് ഫൈനാക്കൊന്നും വേണ്ട, ഒന്നുകൊണ്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പം ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലാണെങ്കിലും ഇക്കാടെ വീട്ടിലാണെങ്കിലും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കുനാഫയുടെ മാവ് നാട്ടിൽ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ കാരണം. അതുപോലെ തന്നെ ഓവൺ ഇല്ലാണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുനാഫയുടെ ഡോ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ബ്രാൻഡ് തന്നെ നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഡോ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. 250 ഗ്രാം കുനാഫേൻ്റെ ഡോയിലോട്ട് നമുക്ക് 100 ഗ്രാം ബട്ടർ എന്തായാലും വേണം. അൺസോൾട്ടഡ് ബട്ടർ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറേശ്ശെ ഒഴിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലായിടത്തും ഒരേപോലെ ആക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും. നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കരുത്. ഈ ബട്ടർ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിച്ചിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഒരേപോലെ ഈ ഒരു ഡോയിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ലോണം ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പണികൾ നോക്കാം. ഇനി നമ്മളിത് ഉണ്ടാക്കുന്ന പാത്രം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പം ബട്ടർ മെൽറ്റാക്കിയുള്ള പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ 2 കുനാഫ ഉണ്ടാക്കുന്ന ഈ ഒരു പാത്രത്തിൻ്റെ സൈസിൽ 2 ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ബട്ടർ മെൽറ്റാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രീസ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ബാക്കിയുള്ള ബട്ടർ നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലോണം സൈഡൊക്കെ നല്ലോണം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു കുനാഫയിലോട്ട് വേണ്ട വേറൊരു ചേരുവയാണ് മൊസറല്ല ചീസ്.
അപ്പോൾ ചീസ് വാങ്ങിക്കുമ്പോഴും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ബ്രാൻഡഡ് തന്നെ നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോഴേ നമ്മുടെ കുനാഫ നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് കുനാഫ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാൻ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ നമുക്ക് ഒരു ലെയറായിട്ട് ഈ ഒരു കുനാഫേൻ്റെ ഡോ വെച്ച് കൊടുക്കുക. ഭയങ്കര കട്ടിയിൽ വെച്ച് കൊടുക്കരുത്, എന്നാൽ ഭയങ്കര തിന്നാക്കിയിട്ടും വെച്ച് കൊടുക്കരുത്. ഒരു മീഡിയം തിക്നെസ്സിൽ വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലും കുറച്ചൊന്നും ആവണം. എന്താ പറയുക, നമ്മൾ പുറത്തുനിന്ന് കുനാഫ കാണുമ്പോൾ അകത്ത് ചീസുള്ള പോലെ തോന്നരുത്. ആ ഒരു ലുക്കിൽ ഇങ്ങനെ സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുനാഫയുടെ ഡോ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുക. അതും ഒരുപാടൊന്നും വെച്ച് കൊടുക്കേണ്ട, ഒരു ലെയർ ഒന്ന് ചെറുതായിട്ടൊരു അധികം തിക്നെസ് ഇല്ലാണ്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം ഒരു ദോശൻ്റെ ചട്ടി, ഒരു ഇരുമ്പിൻ്റെ ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കുക. അത് പഴയ ചട്ടിയാണ്, പഴയ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പം ആ ചട്ടി ചൂടായ ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് കേട്ടോ. അപ്പം അത് അവിടെ ഇരുന്നിട്ട് കുക്ക് ആവുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് രണ്ടാമത്തെ കുനാഫ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ വേറൊരു പാത്രം ഇതുപോലെ ബട്ടർ വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം കുനാഫയുടെ ഡോ ഒരു ലെയർ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ചീസ് വെച്ച് കൊടുക്കുക. പിന്നെ കുനാഫ വീട്ടിലുണ്ടാക്കാമെന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് കൂടിയാണ്. പക്ഷേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക. അതായത് കുനാഫേൻ്റെ ഡോ വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് നോക്കിയിട്ട് വാങ്ങിക്കുക. നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെ നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. കാരണം ഞാനിപ്പോൾ വാങ്ങിച്ചത് അത്ര പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ കുഴപ്പമില്ല. പക്ഷേ ഇതിനേക്കാളും ടേസ്റ്റുള്ള ഒരു ബ്രാൻഡ് ഞാൻ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അത് വെച്ചിട്ട് കുനാഫ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചീസും നല്ല പെർഫെക്റ്റ് തന്നെ നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കുനാഫയും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം, ഇത് രണ്ടും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്തെടുക്കുക. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പഞ്ചസാരയും വെള്ളം ഒന്ന് മിക്സ് ചെയ്ത ശേഷമാണ് ഞാനിതിലോട്ട് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരുപാട് നേരം കുക്ക് ചെയ്തെടുക്കൊന്നും വേണ്ട, ഒന്നങ്ങോട്ട് തിളച്ച് വന്നാൽ മതി. അതായത് പഞ്ചസാര നല്ലോണം ഒന്ന് മെൽട്ടായിട്ട് ഒന്നുകൊണ്ട് തിളച്ച് വന്നാൽ മതി. അപ്പോൾ തന്നെ നമുക്കത് മാറ്റി വയ്ക്കണം. പിന്നെ കുനാഫ റെഡി ആയ പാടന്നെ നമ്മളതിലോട്ട് ചൂടുള്ള സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ സിറപ്പ് ചൂടില്ല എന്നാണെങ്കിൽ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ചിട്ടുള്ള കുനാഫ അവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നല്ലോണം മെൽട്ടായിട്ടുണ്ട്. ഇത് എത്ര നേരം ബേക്ക് ചെയ്യണമെന്നല്ലേ, ഇതൊരു 15 മിനിറ്റ്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ മുകളിൽ ആ ഒരു ചീസ് മെൽട്ടായിട്ടുണ്ടോ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സിറപ്പ് ഇതാ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കുനാഫ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുപോരും. അതുപോലെ തന്നെ ചീസൊക്കെ നല്ലോണം മെൽട്ടായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിങ്ങനെ കമഴ്ത്തി ഫ്ലിപ്പ് ചെയ്ത ശേഷമാണ് നമ്മൾ അതിൻ്റെ മുകളിൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടോ, പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ടാവും, ഒരു റൗണ്ട് ഇതായിട്ട് വിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്കൊരു പ്ലേറ്റ് ഇതുപോലെ ആക്കിയിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ വിചാരിക്കും ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് വിചാരിക്കും അത് റെഡി ആയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ വിചാരിക്കും. ഇതിൻ്റെ മുകളിൽ നല്ല ചൂടുള്ള സിറപ്പ്, ചൂടോട് കൂടി തന്നെ ഇതെല്ലാം ചെയ്യണം കേട്ടോ. ചൂടുള്ള സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലോണം ആ ഒരു സിറപ്പ് അങ്ങോട്ട് ഈ ഒരു കുനാഫ വലിച്ചെടുക്കുകയും ചെയ്യും, നല്ലോണം സോഫ്റ്റായിട്ട് വരും ചെയ്യും കേട്ടോ. അപ്പോൾ ചൂടാറിയ ശേഷം ഒഴിക്കാൻ നിൽക്കരുത്, ചൂടോട് കൂടിയിട്ട് തന്നെ കുനാഫയുടെ മുകളിൽ ചൂടുള്ള സിറപ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുനാഫ വാങ്ങിക്കുമ്പോൾ അതിന് മുകളിൽ കുറച്ച് പിസ്ത സ്ലൈസസ് ഇങ്ങനെ പൊടിച്ചതൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ UAE നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പിസ്ത സ്ലൈസസ് ആട്ടോ. അപ്പോൾ അതിങ്ങനെ ഗ്രീൻ കളറിലാണ് കിട്ടുക. അപ്പം കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. അത് പൊടിച്ചാലാണ് നമുക്ക് ഇങ്ങനെ ഗ്രീൻ കളറിൽ പിസ്ത കിട്ടുന്നത് കേട്ടോ. പിസ്ത പൊടിച്ചതാണ്. അപ്പോൾ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യണം. ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് അത്ര ടേസ്റ്റ് തോന്നില്ല. ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ ചിലർക്ക് ഒരുപാട് മധുരമൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ സിറപ്പ് നമ്മൾ അധികം ഒഴിക്കേണ്ടെന്ന് വെച്ചാൽ മതി, ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നല്ല ചീസി ആയിട്ടുള്ള കുനാഫയാണ്. കണ്ടോ, ആ ഒരു ചീസി ടെക്സ്ചറൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇത് ശരിക്കും ഞാൻ ഫസ്റ്റത്തെ ഉണ്ടാക്കി കഴിഞ്ഞ് രണ്ടാമത്തെ റെഡി ആകുമ്പോഴേക്കും ഫസ്റ്റത്തെ മുഴുവനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുനാഫയുടെ റെസിപ്പിയാണ്. ഓവൺ ഇല്ലാണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് നമ്മൾ ഈ ഒരു കുനാഫ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലെല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ്. ഒരുപാട് പേർക്കൊക്കെ ഇപ്പോഴും ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. എൻ്റെ വീട്ടിലും എൻ്റെ ബ്രദർ എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കുനാഫ ഉണ്ടാക്കി തരണം എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഇനി ബ്രദറിന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ കുനാഫയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീട് പണിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാൻ മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.